നമസ്കാരം. അത്ഭുതകരമായ ക്വാണ്ടം ലോകത്തേക്ക്, അതിൻ്റെ അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത് നമ്മുടെ ചിന്തകൾ കോശങ്ങളെയും ജീനുകളെയും സ്വാധീനിക്കും എന്നായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അതിലും ആഴത്തിലുള്ള ഒരു രഹസ്യത്തിലേക്കാണ് കടക്കുന്നത്. രോഗങ്ങൾ ശരീരത്തിൽ തുടങ്ങുന്നതിന് മുൻപ് അവ മനസ്സിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് വർഷങ്ങളായി അടക്കി വെച്ച ദേഷ്യം, ഭയം, അപര്യാപ്തതയുടെ ബോധം, ക്ഷമിക്കാനാവാത്ത ഓർമ്മകൾ, കുറ്റബോധം, ഇവ വെറും വികാരങ്ങൾ മാത്രമല്ല, ഇവ ശരീരത്തിൽ കെമിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറുന്നു. സൈക്കോളജി ഇതിനെ സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് വിളിക്കുന്നു. അതായത് മനസ്സിന്റെ അവസ്ഥ ശരീരത്തെ രോഗിയാക്കി മാറ്റുന്നു. ക്വാണ്ടം സയൻസ് പറയുന്നത് ഓരോ ചിന്തയും ഒരു ഫ്രീക്വൻസിയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഫ്രീക്വൻസി ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു? മോഡേൺ സൈക്കോളജി പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശരീരത്തോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു വ്യക്തി സ്ഥിരമായി സ്ട്രെസ്സിലും ഫിയറിലും ജീവിക്കുമ്പോൾ ബ്രെയിൻ സർവൈവൽ മോഡിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ശരീരം എന്ത് ചെയ്യുന്നു? ശരീരം കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് ആണ് ധാരാളമായിട്ട് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഇവ കുറച്ച് ദിവസത്തേക്കൊക്കെ ഉപകാരപ്രദമാകും. പക്ഷേ മാസങ്ങളോളം, വർഷങ്ങളോളം ഇത് തുടരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മുഴുവനും ദുർബലമാകും, ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വർദ്ധിക്കും, നമ്മുടെ ഉറക്കത്തിൻ്റെ അതായത് സ്ലീപ്പ് പാറ്റേൺ മുഴുവനും തകരും, നമ്മുടെ സെല്ലുകൾ റിപ്പയർ ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കുറയും. അതുകൊണ്ടാണ് ക്രോണിക് സ്ട്രെസ് ഉള്ളവരിൽ BP, ഡയബറ്റീസ്, മൈഗ്രെയിൻ, തൈറോയിഡ് ഇംബാലൻസ്, സ്കിൻ ഡിസീസസ്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഇവയൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പൊ സൈക്കോളജിസ്റ്റ്, ലോകപ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട് യു റെസിസ്റ്റ് പേഴ്സിസ്. അതായത് നിങ്ങൾ ഉള്ളിൽ അടക്കി വയ്ക്കുന്ന പരിഹരിക്കപ്പെടാത്ത എല്ലാ വികാരങ്ങളും, അൺറിസോൾവ്ഡ് ഇമോഷൻസ് എല്ലാം, അത് ശരീരം അത് ലക്ഷണങ്ങളായിട്ട്, സിംറ്റംസ് ആയിട്ട് പുറത്തു കൊണ്ടുവരും എന്നാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി വർഷങ്ങളായിട്ട് ഗിൽട്ട് അനുഭവിക്കുന്നെന്ന് കരുതുക, ഗിൽട്ട് കുറ്റബോധത്തിൽ ജീവിക്കുന്നു എന്ന് കരുതുക. പുറമെ എല്ലാം നോർമലായിട്ട് തോന്നാം, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു ഗിൽട്ട് ഫീലിങ്ങിന്റെ ഇമോഷണൽ പെയിനിനെ ശരീരത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അവസാനം എന്താകുന്നു? ശരീരത്തിൽ തളർച്ച, ആൻസൈറ്റി, ശരീരവേദന, പാനിക് അറ്റാക്സ് ഇതൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇതെല്ലാം പ്രത്യക്ഷപ്പെടും. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് പ്രകാരം എന്താണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിലെല്ലാം വൈബ്രേഷൻ ആണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹെൽത്തി സെൽസ് ഹാർമോണിയസ് ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഭയവും അതുപോലെ തന്നെ കുറ്റബോധവും വെറുപ്പും ലജ്ജയും പോലെയുള്ള ഫിയർ, ഹേറ്റ്രഡ്, ഷെയിം അതുപോലെയൊക്കെയുള്ള വികാരങ്ങൾ ശരീരത്തിന്റെ എനർജറ്റിക് ബാലൻസിനെ വളരെയേറെ ഡിസ്റ്റർബ് ചെയ്യും. ഡോക്ടർ കാൻഡൈസ്പെർട്ട് എന്ന ന്യൂറോ സയന്റിസ്റ്റ് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ നമ്മുടെ ഇമോഷൻസ് പെപ്റ്റൈഡ്സ് എന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സായി ശരീരമൊട്ടാകെ സഞ്ചരിക്കുന്നു എന്നാണ്. അതായത് ഓരോ ഇമോഷനും ഒരു ബയോളജിക്കൽ സിഗ്നേച്ചർ ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് റിപ്പീറ്റഡ് ഡിസീസ് കെമിസ്ട്രി സൃഷ്ടിക്കും. ക്വാണ്ടം ബയോളജി പറയുന്നത് സെൽസ് ആർ ലിസണിങ് ടു യുവർ ഇമോഷണൽ എൻവയൺമെന്റ് എന്നാണ്. അതുകൊണ്ടാണ് രണ്ടാളുകൾക്ക് ഒരേ ഡിസീസ്, ഒരേ രോഗം ഉണ്ടായാലും അവരുടെ ഹീലിംഗ് സ്പീഡ് വ്യത്യാസമാകുന്നത്. പ്രത്യാശയുള്ളവന്റെ സെൽസ് റിക്കവറി മോഡിലേക്ക് പോകുമ്പോൾ ഹോപ്പ്ലെസ് ആയിട്ട് ഉള്ളവന്റെ സെൽസോ സർവൈവൽ മോഡിലേക്ക് പോകും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, യുവർ ബോഡി ഹിയേഴ്സ് എവറി തോട്ട് യുവർ മൈൻഡ് വിസ്പേഴ്സ്. നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്ന എല്ലാ ചിന്തകളും നിങ്ങളുടെ ശരീരം കേൾക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പേ മനസ്സിന്റെയും രോഗത്തിന്റെയും ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രോവർബ്, ബൈബിളിലുള്ള
സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 17:22 പറയുന്ന ചിയർഫുൾ ഹാർട്ട് ഈസ് ഗുഡ് മെഡിസിൻ ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ബോൺസ് എന്നാണ്. സന്തോഷമുള്ള മനസ്സ് മരുന്ന് പോലെയാണ്, തകർന്ന ആത്മാവ് ശരീരത്തെ ക്ഷയിപ്പിക്കുന്നു. ഇത് ഇമോഷണൽ ഹെൽത്തിൻ്റെയും ഫിസിക്കൽ ഹെൽത്തിൻ്റെയും ഒക്കെ നേരിട്ടുള്ള ബന്ധമാണ്. ബൈബിളിൽ യേശു തന്നെ പലരോടും ആദ്യം പറയുന്നത് ഫിയർ നോട്ട് എന്നാണ്. കാരണം ഈ ഫിയർ അല്ലെങ്കിൽ ഭയം എന്നത് ഹീലിംഗ് പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. ആയുർവേദം പറയുന്നത് എന്താണെന്നറിയാവോ? ആയുർവേദം പറയുന്നത് ശരീരത്തിലെ കോശങ്ങളുടെ മൂല കാരണം മനസ്സിന്റെ അസന്തുലിതാവസ്ഥയാണെന്നാണ്. ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നതോ മനഃശാന്തി ശരീരശാന്തിയിലേക്ക് നയിക്കുന്നു എന്നാണ്. ഭഗവത്ഗീതയില് കൃഷ്ണൻ പറയുന്നത് അശാന്തനായവന് സന്തോഷം ഇല്ല എന്നാണ്. അപ്പൊ ഇന്നർ കോൺഫ്ലിക്റ്റ് ഇവൻച്വലി ബിക്കംസ് ഔട്ടർ ഡിസീസ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, ശരീരം പതുക്കെ റിലാക്സ് ചെയ്യുക. ദീർഘമായി ഒരു ശ്വാസം എടുത്ത് അത് ശാന്തമായി പുറത്തേക്ക് വിടുക. എന്നിട്ട് നിങ്ങൾ ഒരു ധ്യാനത്തിൽ എന്ന പോലെ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വികാരത്തെ ഓർക്കുക. ഭയമാകാം, ദേഷ്യമാകാം, കുറ്റബോധമാകാം, വേദനയാകാം, ക്ഷമിക്കാനാകാത്ത ഒരു വ്യക്തിയാകാം. അതിനെ നിങ്ങൾ അടക്കാൻ ശ്രമിക്കരുത്. ജസ്റ്റ് ഒബ്സർവ് ഇറ്റ് ജെന്റ്ലി. ശാന്തമായി അതിനെ കാണുക. ആഴത്തിൽ ഒന്നുകൂടെ ശ്വസിക്കുക. ആ ശ്വാസം പുറത്തേക്ക് ശാന്തമായി വിടുക. ശ്വാസം ഉച്ഛ്വസിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയുക, എൻ്റെ ഈ വേദന, ഈ നെഗറ്റീവ് ഇമോഷൻ ഞാൻ വിട്ടയക്കുന്നു. വീണ്ടും ശ്വസിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ പറയുക, എൻ്റെ കോശങ്ങൾ സമാധാനത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് മടങ്ങുന്നു. ആഴമായ വിശ്വാസത്തോടെ നിങ്ങളുടെ കോശങ്ങളോട് സംസാരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഹീലിംഗ് അത് വിഷ്വലൈസ് ചെയ്യുക. ഒരു സ്വർണപ്രകാശം നിങ്ങളുടെ ശരീരത്തിലെ രോഗബാധിതമായ ഭാഗത്തേക്ക് ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ കോശവും ആ പ്രകാശത്തിൽ നിറയുന്നതായിട്ട് നിങ്ങൾ കാണുക. ദുർബലമായ, രോഗാതുരമായ ഓരോ കോശവും ഇപ്പോൾ റിപ്പയർ ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾ കാണുക. അത് വിഷ്വലൈസ് ചെയ്തുകൊള്ളുക. മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോളുക, എൻ്റെ ശരീരം സ്വയം രോഗശാന്തിയിലേക്ക് നീങ്ങുന്നു. ഞാൻ ഭയത്തെ വിട്ടയക്കുന്നു. എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ കോശങ്ങൾ ആരോഗ്യത്തിൻ്റെ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 30 സെക്കൻഡ് നിശബ്ദമായിട്ടിരിക്കുക. രോഗമെല്ലായ്പ്പോഴും ശരീരത്തിൽ നിന്നല്ല തുടങ്ങുന്നത്, പലപ്പോഴും അത് മനസ്സിൽ തുടങ്ങുന്നു. ഹീലിംഗ് എന്നത് വെറും മെഡിസിൻ മാത്രമല്ല, അത് ഇമോഷണൽ ട്രാൻസ്ഫർമേഷൻ കൂടിയാണ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക, നിങ്ങളുടെ വികാരങ്ങൾ മാറ്റുക, നിങ്ങളുടെ ഇന്നർ ഫ്രീക്വൻസി മാറ്റുക. ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ ഇമോഷൻസ്, ചേഞ്ച് യുവർ ഇന്നർ ഫ്രീക്വൻസി. അപ്പോൾ നിങ്ങളുടെ ശരീരവും മാറി തുടങ്ങും. കാരണം നിങ്ങളുടെ കോശങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഭാഷ കേൾക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ഹീൽഡ്, സ്റ്റേ കോൺഷ്യസ്, സ്റ്റേ ക്വാണ്ടം.